ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ അവസാന പേജുകളിൽ വന്നിട്ടുണ്ടായിരുന്ന നാളെ ഫസ്റ്റ് പേജിലേക്ക് വാർത്തയാകാനായിട്ടുള്ള ഒരു ന്യൂസ് ആണ്. എന്താണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ടു ടേക്ക് ഓത്ത് ആസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് സൂര്യകാന്ത് അധികാരമേൽക്കാൻ പോവുകയാണ്. സോ നമ്മളുടെ ജസ്റ്റിസ് BR ഗവായിയുടെ ചുമതല 23ാം തീയതി ഇന്നലത്തോടു കൂടിയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് പുതിയ ചീഫ് ജസ്റ്റിസ് അധികാരത്തിലേക്ക് കയറുകയാണ്. സോ അതുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും നമ്മൾ ചീഫ് ജസ്റ്റിസും ഹൈക്കോടതി ജഡ്ജിമാരുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ജഡ്ജിമാരൊക്കെയായി ബന്ധപ്പെട്ട് പല ഡിസ്കഷനുകളും നമ്മളുടെ കറന്റ് അഫയേഴ്സ് ആർട്ടിക്കിളുകളിൽ തന്നെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ അതിന്റെ ഒരു റെപ്ലിക്കേഷൻ അല്ല ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. പകരം നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലൂടെ, കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ, ഒരു 5-6 ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് നമ്മളുടെ സുപ്രീം കോടതി എന്ന് പറയുന്ന പാട്ട്, അല്ലെങ്കിൽ സുപ്രീം കോർട്ട് എന്ന് പറയുന്ന നമ്മളുടെ ലക്ഷ്മികാന്തിലെ പാട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിച്ചു പോകാം. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ഒരു 5-6 ചോദ്യങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് കാണിക്കുന്നില്ല. സോ ഈ ചോദ്യങ്ങളിലൂടെ നമുക്ക് ടോട്ടൽ ജുഡീഷ്യറി നമ്മൾ ഒന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പൊളിറ്റിക്ക് വേണ്ടിയിട്ട് പൊളിറ്റിയിലെ സുപ്രീം കോടതി, ഹൈക്കോടതി, സബോർഡിനേറ്റ് ജഡ്ജസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ നിങ്ങൾ ഇന്ന് നടത്തുക. ഇന്നത്തെ ന്യൂസ് പേപ്പറിലൂടെ വേറെ ഒരു ന്യൂസ് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഒരു റിവിഷൻ പാർട്ട് ഇവിടെ കവർ ചെയ്ത് പോവുക. ഓക്കെ, സോ സുപ്രീം കോടതി ആയിരിക്കും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സുപ്രീം കോടതിയാണ്. പക്ഷേ നിങ്ങളുടെ ഒരു റിവിഷൻ നോട്ട് ലിമിറ്റ് ടു സുപ്രീം കോടതി, ബട്ട് ഹൈക്കോടതിയിലേക്കും സബോർഡിനേറ്റ് ജഡ്ജസിലേക്കും കൂടിയിട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഹൈക്കോടതിയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണെന്ന് ഓർക്കുന്നുണ്ടോ? റിമൂവൽ, ഒരു ജഡ്ജിന്റെ റിമൂവൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഡൽഹി ഹൈക്കോടതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അലഹബാദ് ഹൈക്കോടതിയിലേക്ക് തിരിച്ചുവിട്ട ഒരു ജഡ്ജി ഉണ്ടായിരുന്നല്ലോ. വീട്ടില് 10 കോടിയോ 15 കോടിയോ കള്ളപ്പണം സൂക്ഷിച്ചിട്ട് കത്ത് പിടിക്കുന്നതിന്റെ ഇടയിൽ ഫയർഫോഴ്സ് കണ്ടുപിടിച്ച ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ. ആ കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഹൈക്കോടതിയെ ഞാനിപ്പോ പ്രൈമറിലി എടുക്കുന്നില്ല. സുപ്രീം കോടതിയാണ് നമ്മളുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷന്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത്, ഇന്നത്തെ ഡിസ്കഷന്റെ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ സുപ്രീം കോടതിയുടെ ബേസിസിൽ കൺസിഡർ ചെയ്യുക. It succeeded the Federal Court of India, which was established by the Government of India Act 1919. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ക്രിയേറ്റ് ചെയ്ത ഫെഡറൽ കോർട്ടിനെ സക്സീഡ് ചെയ്തിട്ടാണ് സുപ്രീം കോടതി വന്നിട്ടുള്ളത്. Jurisdiction of the Supreme Court is less than its predecessors. അതായത് ഇതിന് മുന്നേ ഉള്ളവരുമായിട്ട്, വിച്ച് മീൻസ് ഫെഡറൽ കോർട്ടുമായിട്ടും, ഫെഡറൽ കോർട്ടിന് മുന്നേ ഉണ്ടായിരുന്ന അവിടെ ഹൈക്കോടതികളൊക്കെ ഉണ്ടായിരുന്നു, ഇതുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ സുപ്രീം കോടതിയുടെ എന്ത് ജൂറിസ്ഡിക്ഷൻ കുറവാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിക്ലയേഴ്സ് ഡൽഹി ആസ് എ സീറ്റ് ഓഫ് ദ സുപ്രീം കോർട്ട്. ഡൽഹിയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഡൽഹി ആസ് ദ സീറ്റ് ഓഫ് ദ സുപ്രീം കോർട്ട്. ശരിയാണോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് ടു ദ ഹിസ്റ്ററി ഓഫ് ദ സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയുടെ ചരിത്രം എന്താണ്? സുപ്രീം കോടതിയുടെ ചരിത്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ മുതൽ കോടതികൾ നമുക്കുണ്ടെന്നറിയാം. സിസ്റ്റം ഉണ്ടായിരുന്നു പണ്ട്, പിന്നെ കോടതികൾ മുന്നേ ഉണ്ടായിരുന്നു, പല പല കോടതികളായിട്ട്. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയുടെ ഒരു ന്യൂ ജുഡീഷ്യൽ സിസ്റ്റം എഴുതി വെച്ചതെന്ന് നമുക്കറിയാം. അവര് 1935 ക്രിയേറ്റ് ചെയ്ത ഒരു സിസ്റ്റമാണ് ഈ ഫെഡറൽ കോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അവർ 1935 ക്രിയേറ്റ് ചെയ്ത ഒരു സിസ്റ്റമാണ് ഈ ഫെഡറൽ കോർട്ട് എന്ന് പറയുന്ന സംവിധാനം. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലെ ഫസ്റ്റ് സെന്റൻസ് വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കത്തും, എന്താണ് ഇത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലോ, ഫെഡറൽ കോർട്ടാണ് മുന്നേ ഉണ്ടായിരുന്നത്. ഞാൻ കുറച്ച് മോഡേൺ ഇന്ത്യയൊക്കെ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അവിടെ ഫെഡറൽ കോർട്ടാണ് മുന്നിട്ട് നിന്നത് എന്ന് എനിക്കറിയാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, 1919 പകരം 1935 ഫെഡറൽ കോർട്ടുകൾ ഇന്ത്യയിൽ രൂപീകരിച്ചത്.
ഫെഡറൽ കോർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി ഒരു ചെറിയ കോർട്ടുകളായിരുന്നു. എന്താണ്? ഡയറക്ട്ലി അപ്പീൽ ടു ലണ്ടൻ. ലണ്ടനിലെ എന്തായിരുന്നു അവിടെയുള്ള കോർട്ടിലേക്ക് ഡയറക്ട്ലി അപ്പീൽ കൊടുക്കാൻ പറ്റുന്ന 2 ജഡ്ജുകളോ 3 ജഡ്ജുകളോ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു കോർട്ടായിരുന്നു ഈ 1935 ക്രിയേറ്റ് ചെയ്ത ഫെഡറൽ കോർട്ട്. അതില് ഫെഡറൽ പ്രോബ്ലംസ്, അതായത് സ്റ്റേറ്റും സെൻട്രുമായിട്ടുള്ള പ്രശ്നങ്ങൾ 1935 നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തത്? പ്രൊവിൻസുകൾക്ക് ഫുള്ളി ഓട്ടോണമി പവറുകൾ കൊടുക്കുന്നത്, ഓൾ ഇന്ത്യ ഫെഡറേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ സമയത്താണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തത്? ഫെഡറൽ കോർട്ടും ക്രിയേറ്റ് ചെയ്തത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ആ സമയത്ത് നമ്മൾ ഫെഡറൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഫെഡറൽ കോർട്ട്, അവർക്ക് അപ്പീൽ ടു ലണ്ടൻ എന്നുള്ള രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ ചെറിയൊരു കോർട്ടായിരുന്നു. 1935 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, the jurisdiction of the Supreme Court is less than its predecessors. അല്ല, നമ്മൾ ഫെഡറൽ കോർട്ടുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് വലിയ ജൂറിസ്ഡിക്ഷൻ ഉണ്ട് കറന്റ്ലി ഉള്ള സുപ്രീം കോർട്ടിന്. എന്തൊക്കെ കേസുകൾ എടുക്കാം? ഇൻഡിവിജ്വൽ ജൂറിസ്ഡിക്ഷൻ, ദെൻ സോവറിൻ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് ഇവർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങൾ. ദെൻ റിവ്യൂസ് എടുക്കാം ഹൈക്കോടതിയിൽ നിന്ന്. ദെൻ ആർട്ടിക്കിൾ 142, നമ്മൾ വേറെ ഒന്നും പഠിച്ചിട്ടില്ല, ആർട്ടിക്കിൾ 142 പഠിച്ചിട്ടുണ്ട്. ദെൻ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? പ്രസിഡന്റിന് അഡ്വൈസ് കൊടുക്കാനായിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ. ഇങ്ങനെ ഡിഫറെന്റ് ജൂറിസ്ഡിക്ഷൻസ് ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്, വിച്ച് ഈസ് ലാർജർ ദാൻ പ്രിഡസസേഴ്സ്. അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റി. തേർഡ് സ്റ്റേറ്റ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിക്ലയേഴ്സ് ഡൽഹി ആസ് എ സീറ്റ് ഓഫ് ദ സുപ്രീം കോർട്ട്. ഡൽഹിയാണ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഡൽഹി ആയിരിക്കണം നമ്മളുടെ ഡൽഹി ആയിരിക്കണം നമ്മളുടെ സുപ്രീം കോടതി നിലനിൽക്കേണ്ട സ്ഥലം. ആണോ? അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഡൽഹിയിൽ ഒരു ബോംബ് പൊട്ടി, ഡൽഹിയിൽ പെട്ടെന്ന് ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഡൽഹിയിൽ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ ഡൽഹിയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്കും സുപ്രീം കോടതി മാറ്റാൻ പറ്റില്ല. അങ്ങനെയുണ്ടോ? ഇപ്പോ നമ്മളുടെ നോർമൽ ബുദ്ധിയിൽ ചിന്തിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലേമാൻ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ച് നോക്കുമ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് തെറ്റല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിക്ലയേഴ്സ് ഡൽഹി ആസ് എ സീറ്റ് ഓഫ് ദ സുപ്രീം കോർട്ട്. ഡൽഹി ആസ് ദ ഓൺലി സീറ്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഫ്രെയിം ചെയ്തിരിക്കുന്ന ആള് അടിപൊളിയായിട്ടാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഡൽഹി ആസ് എ സീറ്റ്, ഒരു സീറ്റാണ്, അല്ലാണ്ട് ഓൺലി സീറ്റ് എന്നല്ല സ്റ്റേറ്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും വായിച്ചു പോകുമ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് അങ്ങോട്ട് മാറും. ഡൽഹി ആസ് എ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് തെറ്റായിട്ട് എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് തെറ്റല്ല. ഓൺലി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അതായത് ഡൽഹി ആസ് ദ ഓൺലി സീറ്റ് ഓഫ് സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾ നോക്കിയേ, ആർട്ടിക്കിൾ 130 കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അങ്ങനെ തന്നെ ക്രോപ്പ് ചെയ്തെടുത്തതാണ്. ആർട്ടിക്കിൾ 130, സീറ്റ് ഓഫ് ദ സുപ്രീം കോർട്ട്. ദ സുപ്രീം കോർട്ട് ഷാൽ സിറ്റ് ഇൻ ഡൽഹി ഓർ in such other place or places as the Chief Justice of India may with the approval of the President from time to time appoint. അതായത് വേണമെങ്കിൽ കേരളത്തിൽ സുപ്രീം കോടതിയുടെ ഒരു ബ്രാഞ്ച് തുടങ്ങാം. പക്ഷേ ആര് തീരുമാനിക്കണം? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ തീരുമാനിക്കണം, വിത്ത് ദ പ്രയർ കൺസെന്റ് ഓഫ് ദ പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ പ്രയർ കൺസെന്റോട് കൂടിയിട്ട് ചീഫ് ജസ്റ്റിസ് തീരുമാനിച്ചാൽ മാത്രമേ സുപ്രീം കോടതിയുടെ ഒരു ഭാഗം എവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർ ചെയ്യുന്നത് ഡൽഹി ആയിരിക്കണം എന്ന്. എന്നാൽ ഡൽഹി മാത്രമായിരിക്കണം എന്നൊരിടത്തും പറയുന്നില്ല. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇവിടെ നമ്മൾ എന്താ നോക്കിയത്? എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഹിസ്റ്ററി ആണ് നമ്മൾ നോക്കിയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് ടു അപ്പോയിന്റ്മെന്റ് ഓഫ് ദ ജഡ്ജസ്. ഇന്നത്തെ ന്യൂസ്. ഓക്കെ, appointment of the judges. എങ്ങനെയാണ് ജഡ്ജസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? The judges of the Supreme Court are appointed by a group of judges called the collegium. കൊളീജിയം സിസ്റ്റം ആണ് സുപ്രീം കോടതിയിലെ ജഡ്ജിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, a distinguished jurist is eligible to become a judge of Supreme Court with the final approval of the president. അതായത് ഡിസ്റ്റിങ്യൂഷ്ഡ് ജൂറിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾക്ക്, അതായത് എന്താണ്, നിങ്ങൾക്കൊരു വക്കീലാകണമെന്നില്ല സുപ്രീം കോടതിയിൽ നിങ്ങൾക്ക് അഭിഭാഷകനാകാനായിട്ട്, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിങ്ങൾക്ക് ജഡ്ജ് ആക്കാനായിട്ട് നിങ്ങളൊരു ഡിസ്റ്റിങ്ക്ട് ജൂറിസ്റ്റ് ആയാൽ മതി.
അങ്ങനെ ഡിസ്റ്റിങ്ക്ട് ജൂറിസ്റ്റ് ആകുന്ന ഒരാളുടെ അപ്രൂവല് ഫൈനൽ ആയിട്ട് തീരുമാനിക്കുന്നത് പ്രസിഡന്റ് ആണ് എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? കൊളീജിയം സിസ്റ്റം ആണ് സുപ്രീം കോടതി ജഡ്ജിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. കൊളീജിയം സിസ്റ്റം അല്ല അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്, നമ്മളുടെ പ്രസിഡന്റ് ആണ്. ഹു അപ്പോയിന്റ് ദ സുപ്രീം കോടതി ജഡ്ജ്. ജഡ്ജിമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ആരാണ്? അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്, ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ കൊളീജിയം. കൊളീജിയം സിസ്റ്റം ഒക്കെ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് കൊളീജിയം സിസ്റ്റം. ഫസ്റ്റ് ജഡ്ജ്മെന്റ് കേസ്, സെക്കൻഡ് ജഡ്ജ്മെന്റ് കേസ്, തേർഡ് ജഡ്ജ്മെന്റ് കേസ്. ദെൻ അഗെയിൻ 2015 നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് തേർഡ് എന്താണ് ഫോർത്ത് ജഡ്ജ് കേസ് എന്ന് പറയുന്ന ഒരു കേസ് കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിലൊക്കെയാണ് കൊളീജിയം സിസ്റ്റം ഫോം ചെയ്തത്. പക്ഷെ കൊളീജിയം സിസ്റ്റം അല്ല അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ഗവൺമെന്റ് ആണോ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? അല്ല, ദ പ്രസിഡന്റ്. പ്രസിഡന്റ് അണ്ടർ ദ വാറന്റ് ആൻഡ് സീൽ. പ്രസിഡന്റ് ആണ് ഡയറക്ട്ലി അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. റെക്കമെൻഡ് ചെയ്യുന്നത് ആരാണ്? റെക്കമെൻഡ് ചെയ്യാനായിട്ടാണ് ഈ കൊളീജിയം സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് കൊളീജിയം സിസ്റ്റത്തിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരുന്നു കൊളീജിയം സിസ്റ്റത്തിന്റെ ഹിസ്റ്ററി? ഫസ്റ്റ് ജഡ്ജ്മെന്റ് കേസ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് ജഡ്ജ്മെന്റിന്റെ കേസിൽ എന്തായിരുന്നു പ്രശ്നം? ഇൻ കൺസൾട്ടേഷൻ എന്നുള്ളതായിരുന്നു നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്ന വാക്ക്. അതായത് പ്രസിഡന്റ് ഒരു ജഡ്ജിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ചീഫ് ജസ്റ്റിസ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ കൺസൾട്ടേഷൻ എന്താണ്? കൺകറൻസ് ആണോ? അതായത് കൺസൾട്ടേഷൻ ഇപ്പൊ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്യുവിനെ സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യണം എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കൺകറൻസ് ആണോ, വിച്ച് ഈസ് ബൈൻഡിങ് ആണോ അല്ലയോ എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. സോ ഫസ്റ്റ് ജഡ്ജ്മെന്റ് കേസിൽ 1981 പറഞ്ഞു കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺകറൻസ് ഒന്നുമല്ല, അതായത് ഉറപ്പായിട്ടും തീരുമാനിച്ചിരിക്കണം അല്ലെങ്കിൽ ബൈൻഡിങ് ആണ് എന്നുള്ളൊരു നേച്ചറിലൊന്നും വരുന്നില്ല. പക്ഷേ അത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയെ ബാധിക്കുന്നു എന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഫസ്റ്റ് ജഡ്ജ്മെന്റ് കേസ് തെറ്റാണ് എന്ന് കണ്ടപ്പോൾ, ജുഡീഷ്യറിയുടെ ബേസിക് സ്ട്രക്ചറിൽ പറയുന്ന ഒരു കാര്യമാണല്ലോ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, കേശവാനന്ദ ഭാരതി കേസ്. ഇതില് എന്താണ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയെ ബാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സെക്കൻഡ് ജഡ്ജ്മെന്റ് കേസിൽ നമ്മളുടെ കോടതി യു ടേൺ അടിച്ചു. റിവ്യൂ ചെയ്യാനായിട്ടുള്ള പവർ, അധികാരം സുപ്രീം കോടതിക്ക് മാത്രമുള്ള അധികാരമാണ് റിവ്യൂ ചെയ്യാനായിട്ട്. ഹൈക്കോടതിക്ക് ഉണ്ട്, പക്ഷെ പെർട്ടിക്കുലർലി എഴുതി വെച്ചിട്ടില്ല. പറയാം ഞാനത്. ഓക്കെ, സോ സുപ്രീം കോടതി എന്ത് ചെയ്തു? യു ടേൺ അടിച്ചു. യു ടേൺ അടിച്ചിട്ട് എന്ത് പറഞ്ഞു? സെക്കൻഡ് ജഡ്ജ്മെന്റ് കേസിൽ 1993 ആയപ്പോഴേക്കും മക്കളെ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺകറൻസ് തന്നെയാണ്. കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺകറൻസ് തന്നെയാണ്. അതായത് ചീഫ് ജസ്റ്റിസ് ഒരു കൊളീജിയം ക്രിയേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് പറയുന്ന കൺസൾട്ടേഷൻ, ചീഫ് ജസ്റ്റിസിനോട് കൺസൾട്ട് ചെയ്തിട്ടാണല്ലോ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ആ കൺസൾട്ടേഷൻ വാലിഡ് ആണ്, അത് ബൈൻഡിങ് ആണ്. തേർഡ് ജഡ്ജ്മെന്റ് കേസസിൽ ഒരു പ്രശ്നം വന്നു. അതായത് ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലൂറാലിറ്റി ഓഫ് ജഡ്ജ്. ഒരാൾ പറയാണ് ഇന്നയാളെ പിടിച്ചിട്ട് അങ്ങോട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡെമോക്രസി ആണോ? അതായത് പുള്ളിക്ക് ഫേവറേറ്റിസം ഉള്ള ഒരാളെ പിടിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺകറൻസ് ആണെന്നാണ് സെക്കൻഡ് ജഡ്ജ്മെന്റ് പറയുന്നത്. പക്ഷേ ഈ CJI എന്ന് പറയുന്നത് ഒരു പ്ലൂറാലിറ്റി വേണ്ടേ, ഒന്നിൽ കൂടുതൽ ആളുകൾ വേണ്ടേ, പ്ലൂറാലിറ്റി വേണം എന്ന് തേർഡ് ജഡ്ജ്മെന്റ് കേസ് പറഞ്ഞു. സോ ദാറ്റ് ഈസ് ദ സ്റ്റാർട്ട് ഓഫ് കൊളീജിയം സിസ്റ്റം ഇൻ ഇന്ത്യ. സോ തേർഡ് ജഡ്ജ്മെന്റ് കേസ് അവസാനത്തെ ആണിയടിക്കുന്നത് തേർഡ് ജഡ്ജ്മെന്റ് കേസിലാണ്. എങ്ങനെയാണ്? പ്ലൂറാലിറ്റി ഓഫ് ജഡ്ജ്. അങ്ങനെയാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ തീരുമാനിക്കുമ്പോൾ 5 അംഗ കൊളീജിയവും, ദെൻ ഹൈക്കോടതി ജഡ്ജിമാരെ തീരുമാനിക്കുമ്പോൾ 3 അംഗ കൊളീജിയവും രൂപപ്പെടുന്നു. ഓക്കെ, സോ 5 മെമ്പർ കൊളീജിയം സിസ്റ്റത്തിലാണ് നമ്മൾ സുപ്രീം കോടതി ജഡ്ജിമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. സോ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ആരാണ്? അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. റെക്കമെൻഡ് ചെയ്യുന്നത് ആരാണ്? റെക്കമെൻഡ് ചെയ്യുന്നതാണ് നമ്മളുടെ കൊളീജിയം എന്ന് പറയുന്നത്. സോ അതിൽ സംശയമില്ലല്ലോ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആണ്. സോ ഇതിൽ ആൻസർ ഏതാണ്? ആൻസർ വിൽ ബി ഓപ്ഷൻ ബി ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, which of the following is or are the qualification for being appointed as the judge of the Supreme Court? Supreme കോടതിയുടെ ജഡ്ജായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ. He should be
ഏജ് മോർ ദാൻ 35 years, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. He should have been a judge of High Court for 5 years or High Courts or in succession for 5 years. 5 വർഷത്തിൽ സക്സഷൻ എത്രയായിരിക്കണം? 5 വർഷത്തെ ഹൈക്കോടതി ജഡ്ജി ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. He should have been an advocate of High Court for 10 years. എല്ലാം ശരിയാണ്. സോ ക്വാളിഫിക്കേഷൻ എന്താണ്? ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി ജഡ്ജി ആയിട്ട് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കേസ് സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജി ആയിട്ട് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഹൈക്കോടതി അഡ്വക്കേറ്റ് ആയിട്ട് 10 വർഷം പ്രാക്ടീസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്തായിരിക്കണം? എമിനന്റ് ജൂറിസ്റ്റ് പേഴ്സൺ ആയിരിക്കണം. എന്താണ് എമിനന്റ് ജൂറിസ്റ്റ് പേഴ്സൺ? എമിനന്റ് ജൂറിസ്റ്റ് പേഴ്സൺ ആണെന്ന് ആരാ തീരുമാനിക്കുന്നത്? എമിനന്റ് ജൂറിസ്റ്റ് പേഴ്സൺ ആണെന്ന് നമ്മളുടെ പ്രസിഡന്റ് അപ്രൂവ് ചെയ്യണം. സോ പ്രസിഡന്റ് തിങ്ക് ദാറ്റ് ഹി ഈസ് ആൻ എമിനന്റ് പേഴ്സൺ, എമിനന്റ് ജൂറിസ്റ്റ് പേഴ്സൺ, ഹി ക്യാൻ കോൺട്രിബ്യൂട്ട് ടു എന്താണ് സുപ്രീം കോർട്ട്, ദെൻ ഹി ക്യാൻ അപ്പോയിന്റ് എസ് എ സുപ്രീം കോർട്ട് ജഡ്ജ്. അല്ലെങ്കിൽ എന്താണ് ഹൈക്കോടതിയിൽ 5 വർഷത്തെ ജഡ്ജായിട്ട് ഇരുന്നിരിക്കണം, മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയിട്ട് ഒരു ഹൈക്കോടതിയിൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്? ഹൈക്കോടതി ജഡ്ജ്, സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. സോ അത് ക്ലിയർ ആണല്ലോ ക്വാളിഫിക്കേഷൻ. സോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഹിസ്റ്ററി പഠിച്ചു. എങ്ങനെയാണ് ഫെഡറൽ കോർട്ടിൽ നിന്ന് ഇവോൾവ് ചെയ്തിട്ട് നമ്മളുടെ എന്തിലേക്ക് എത്തിയിരിക്കുന്നത്? ഇന്നത്തെ സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റിനിലൂടെ നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മളുടെ അപ്പോയിന്റ്മെന്റിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. തേർഡ് ക്വസ്റ്റിനിലൂടെ നമ്മൾ പഠിച്ചത് ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. ടെന്യുവർ ഓഫ് ദ സുപ്രീം കോർട്ട് എന്താണ്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. മാക്സിമം ടെന്യുർ ഓഫ് എ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ഈസ് 6 years. എത്ര വർഷമാണ്? മാക്സിമം ടെന്യുർ ഓഫ് എ ജഡ്ജ് ഓഫ് എ സുപ്രീം കോർട്ട് ഈസ് 6 years. A judge of the Supreme Court can resign from his office by writing to the Chief Justice of India. രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നിങ്ങൾ പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. UPSC ചെയർമാന്റെ ടെന്യുവർ, PSCയുടെ ചെയർമാന്റെ ടെന്യുവർ, കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ടെന്യുവർ, ദെൻ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ടെന്യുവർ. ഇതെല്ലാം കൂടി കൂടിക്കുഴഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ക്രിയേറ്റ് എ ടേബിൾ. ലക്ഷ്മികാന്തിന്റെ നമ്മളുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന്റെ ഫ്രണ്ടിൽ തന്നെ അങ്ങോട്ട് ഒട്ടിച്ചു വെച്ചേക്കുക. ഈ ഒരു ടേബിൾ വരച്ചിട്ട് ടെന്യുവർ എന്താണ്, എത്ര വർഷമാണ്, എത്ര ഇയേഴ്സ് ആണ്. സോ മാക്സിമം ടെന്യുവർ ഓഫ് എ ജഡ്ജ് ഓഫ് എ സുപ്രീം കോർട്ട് ഈസ് 6 years. അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ടെന്യുവറിന്റെ കാര്യം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ടെന്യുവറിന്റെ കാര്യം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റർ ലെജിസ്ലേഷനുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 വയസ്സിന് മേലെയാകാനായിട്ട് പാടില്ല. അപ്പോയിന്റ്മെന്റ് സീനിയർ മോസ്റ്റ് ജഡ്ജ് ആയിരിക്കുമല്ലോ. സോ 65 വയസ്സ് വരെയേ ആർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? നമ്മളുടെ സുപ്രീം കോടതി ജഡ്ജിന് അവിടെ ഇരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണല്ലോ MR ഗവായി സിംപിളി എക്സാമ്പിൾ ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചു നോക്കി. MR ഗവായി 6 വർഷം ഇരുന്നോ? ഇല്ല. നമ്മളുടെ DY ചന്ദ്രചൂഡ് രാജിവെച്ചത് എവിടെയാണ്? ഈ വർഷത്തിൽ തന്നെയാണ് രാജിവെച്ചത്. അതിനുശേഷം ഗവായി വരുന്നു. ഗവായിക്ക് മുന്നേ DY ചന്ദ്രചൂഡിന് മുന്നേ ആരുണ്ടായിരുന്നു? ഗന്ന ഉണ്ടായിരുന്നു, ജസ്റ്റിസ് ഗന്ന ഉണ്ടായിരുന്നു. സോ ഇവരെല്ലാവരും ഒരു 1-1.5 വർഷത്തിനുള്ളിൽ രാജിവെച്ചിട്ട് പുതിയ ആളുകൾ വന്നു. സോ 6 വർഷം എന്ന് പറയുന്ന ടെന്യുവർ ഇവിടെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ എലിമിനേറ്റ് ചെയ്തു. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എ ജഡ്ജ് ഓഫ് എ സുപ്രീം കോർട്ട് ക്യാൻ റിസൈൻ ഫ്രം ഹിസ് ഓഫീസ് ബൈ റൈറ്റിംഗ് ടു ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് റൈറ്റിംഗ് കൊടുത്തിട്ട് നാളെ മുതൽ ഞാൻ വരുന്നില്ല എന്ന് സുപ്രീം കോടതി ജഡ്ജി പറയും. അങ്ങനെ പറയൂ? ആരാണ് അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത്? പ്രസിഡന്റ് അല്ലേ? ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ കൊളീജിയം സിസ്റ്റം. നിങ്ങൾ ഒരു കമ്പനി തുടങ്ങി, നിങ്ങൾ ഒരു ആളെ ജോലിക്കെടുത്തു, മാത്യു എന്ന് പറയുന്ന ഒരാളെ ജോലിക്കെടുത്തു നിങ്ങൾ. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ടുള്ളൊരു കമ്പനി, നിങ്ങളാണ് എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തത്. ഞാൻ നാളെ വൈകുന്നേരം അവിടുത്തെ ക്ലർക്കിന്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ മറ്റൊരു ഒഫീഷ്യലിന്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട്, ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ഒരു സ്റ്റാഫിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട്, ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫെ ഞാൻ നാളെ മുതൽ ഉണ്ടാകില്ല എന്നൊരു റൈറ്റിംഗ് എഴുതി അദ്ദേഹത്തിനോട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കും? നിങ്ങളത് സമ്മതിക്കുമോ? നിങ്ങൾ
ജോലി രാജിവെച്ച് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഓണറോട് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ അപ്പോയിന്റ്മെന്റ് ചെയ്ത ആരാണോ അയാളോട് പറയണം. വലിയ വലിയ കമ്പനീസ് HR മാനേജേഴ്സ് ആയിരിക്കും, അവരോട് ഇത് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജോലി രാജിവെക്കുന്നത്. സോ ആരാണോ അപ്പോയിന്റ്മെന്റ് ചെയ്തത്, അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ അധികാരമുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് അധികാരമുള്ളൂ, റെസിഗ്നേഷൻ ലെറ്റർ സ്വീകരിക്കാനായിട്ടുള്ള അധികാരമുള്ളൂ. വെദർ ദ അപ്പോയിന്റിംഗ് അതോറിറ്റി ഓർ ദ അതോറിറ്റി ഹയർ ദാൻ ദാറ്റ്, അല്ലെ, ഒന്നില്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ചെയ്ത അതോറിറ്റി, ഒന്നില്ലെങ്കിൽ HR മാനേജർ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിന് മുകളിലുള്ള ഓണർ നേരിട്ട് റെസിഗ്നേഷൻ സ്വീകരിക്കണം. എന്നാൽ മാത്രമേ റെസിഗ്നേഷൻ പൂർണ്ണമാവുള്ളൂ. അത് ഈ കേസിൽ മാത്രമല്ല, ഏത് കേസിലായി കഴിഞ്ഞാൽ. ഓക്കെ, സോ സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ആരാണ് റിമൂവ് ചെയ്യുന്നത്, റെസിഗ്നേഷൻ വാങ്ങിക്കുന്നത്? നമ്മളുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് റൈറ്റിംഗിലാണ് ലെറ്റർ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടി നോക്കുക. സോ എന്താണ്, റൈറ്റിംഗ് ടു ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണോ? അല്ല, തെറ്റ്. മാക്സിമം ടെന്യൂർ ഓഫ് ദ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഈസ് 6 years ആണോ? അല്ല. സോ നെയ്തർ വൺ നോർ ടു ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇത് PYQ ആണ്, നമ്മളുടെ PYQ ആണ്. 2021 ചോദ്യമാണ്. ഇത് കുറച്ച് കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റൻ ആയിരുന്നു. എന്താണ്, any retired judge of a Supreme Court of India can be called back to sit and act as a Supreme Court judge by the Chief Justice of India with the prior permission of the President of India. President of India prior permission ഉണ്ടെങ്കിൽ സുപ്രീം കോടതി, അതായത് ഒരു റിട്ടയർഡ് ജഡ്ജിനെ വീണ്ടും അപ്പോയിന്റ്മെന്റ് ചെയ്യണം. അതായത് പെട്ടെന്ന് ഒരു ജഡ്ജിന് ഒരു ക്ഷാമം വന്നു, അല്ലെങ്കിൽ നമ്മളുടെ കേസുകൾ മുന്നോട്ട് പോകുന്നില്ല, പെൻഡൻസി കൂടുന്നു, നമുക്കൊരു റിട്ടയർ ആയിട്ടുള്ള ജഡ്ജിനെ വീണ്ടും അപ്പോയിന്റ്മെന്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ എന്ത് വേണം, നമ്മളുടെ പ്രസിഡന്റിന്റെ പ്രയർ പെർമിഷനോടുകൂടി ചീഫ് ജസ്റ്റിസിന് അപ്പോയിന്റ്മെന്റ് ചെയ്യാം എന്നതായിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോഴ്സ് ശരിയാണ്. പ്രസിഡന്റിന്റെ പ്രയർ പെർമിഷനും വേണം, റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജിന്റെ പ്രയർ പെർമിഷനും വേണം. ഓക്കെ, പ്രസിഡന്റിന്റെ പ്രയർ പെർമിഷനോട് കൂടിയിട്ട് ചീഫ് ജസ്റ്റിസ് അപ്പോയിന്റ്മെന്റ് ചെയ്യും, റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജിന്റെ പ്രയർ പെർമിഷനോട് കൂടിയിട്ട് നമ്മൾ ഇത് അപ്പോയിന്റ്മെന്റ് ചെയ്യും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളുടെ 2021 കുറച്ച് കോൺട്രവേഴ്സി ആയിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ്. എ ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ ഹാസ് ദ പവർ ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെന്റ് ആസ് ദ സുപ്രീം കോർട്ട് ഡസ്. ഓക്കെ, a high court in India has the power to review its own judgment as the Supreme Court judge. സുപ്രീം കോടതി എന്ത് ചെയ്യുന്ന പോലെ, റിവ്യൂ ചെയ്യുന്ന പോലെ ഹൈക്കോടതിക്കും റിവ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. ഉണ്ടോ? നമ്മൾ നോർമലി ചിന്തിക്കുമ്പോൾ ഡിസ്ട്രിക്ട് കോടതികളിൽ നിന്ന് വരുന്ന പെറ്റീഷനുകൾ റിവ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരം ഹൈക്കോടതിക്ക് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരുന്നു, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുള്ള അവകാശം ഹൈക്കോടതിക്കില്ല. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഹൈക്കോടതിക്ക് എഴുതി വെച്ചിട്ടുള്ള, അതായത് ഹൈക്കോടതിക്ക് ഇന്ന അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളിൽ എഴുതി വെച്ചിട്ടില്ല. പക്ഷേ സുപ്രീം കോടതിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഏതധികാരം? റിവ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരം. ഓക്കെ, സോ റിവ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരം കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് ആർക്ക് മാത്രമാണ്? സുപ്രീം കോടതിക്ക് മാത്രമാണ്. അപ്പോ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചില ആളുകളും പറഞ്ഞു, എന്ത്, നമ്മളുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ത് പറഞ്ഞു? വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അടക്കം നടന്നൊരു തർക്കമായിരുന്നു. ഇത് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചല്ല ചോദിച്ചിരിക്കുന്നത്, വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ജുഡീഷ്യറി. ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ച് എന്താണ് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക, കോൺസ്റ്റിറ്റ്യൂഷനെ വെച്ചിട്ടല്ല. എ ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ ഹാസ് ദ പവർ ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെന്റ് ആസ് സുപ്രീം കോർട്ട് ഡസ്. സുപ്രീം കോടതി ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരം ഹൈക്കോടതിക്ക് ഉണ്ട്. സോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റൻ ആയിരുന്നു ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞത് 2021. അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് നമ്മളുടെ UPSC മാർക്ക് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ 1 ആണ്. എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു എന്താണ്, ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാനായിട്ടുള്ള ഒരു ടസിൽ നടന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു ഈ ഒരു ക്വസ്റ്റൻ. അപ്പൊ അതൊന്ന് മനസ്സിൽ ഓർത്തിരിക്കുക. നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു ഇൻഫറൻസ് എന്താണ്? സുപ്രീം കോടതിക്ക് മാത്രമാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്നത്, റിവ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരം എഴുതി വെച്ചിരിക്കുന്നത് എന്ന കാര്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റൻ കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം. 2012 വന്ന ക്വസ്റ്റൻ. വൈൽ അപ്പോയിന്റിംഗ് ദ സുപ്രീം കോർട്ട് ജഡ്ജസ്, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹാസ് ടു കൺസൾട്ട് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഉറപ്പല്ലേ? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ
കൺസൾട്ട് ചെയ്യണം. കൊളീജിയം സിസ്റ്റം, പ്ലൂറാലിറ്റി ഓഫ് ജഡ്ജസ് 1993 തേർഡ് ജഡ്ജ്മെന്റ് കേസ്, 93 96 എന്തോ ആണ് തേർഡ് ജഡ്ജ്മെന്റ് കേസിൽ വരുന്നത്. Then second statement, the Supreme Court judges can be removed by Chief Justice of India only. ആണോ? സുപ്രീം കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ മാത്രമാണോ? അല്ല. ഒരു ജഡ്ജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസിനൊന്നും റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. പകരം പാർലമെന്റിനെ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആർക്ക്? പാർലമെന്റിന്. സോ ജഡ്ജായിട്ട് നിങ്ങൾ അവരോധനായി കഴിഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് ഇംപീച്ച് എന്ന് പറയുന്ന വാക്കല്ല, റിമൂവിംഗ് ദ ജഡ്ജ് പാർലമെന്റിനാണ് അധികാരം. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ദ സാലറീസ് ഓഫ് ദ ജഡ്ജസ് ആർ ചാർജ്ഡ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അതെ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലാണ് ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ജഡ്ജസിന്റെ സാലറീസ്. അത് ഒരു പ്രാവശ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കൂട്ടാനോ കുറയ്ക്കാനോ ആർക്ക് അധികാരമില്ല. കുറയ്ക്കാനായിട്ട് ആർക്ക് അധികാരമില്ല? നമ്മളുടെ പാർലമെന്റിന് അധികാരമില്ല. ദെൻ വോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ബഡ്ജറ്റ് ഇടുമ്പോൾ ഇത് പാസ്സാക്കണമെങ്കിൽ ഭൂരിപക്ഷ വോട്ട് വേണ്ടത് ഓട്ടോമാറ്റിക്കലി പാസ്സാക്കിക്കൊള്ളണം എന്നുള്ളതാണ് ചാർജ്ഡ് എക്സ്പെൻഡിച്ചറിന്റെ, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ചാർജ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറിന്റെ എന്ത് വരുന്നേ? ഇമ്മ്യൂണിറ്റി വരുന്നത്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. All appointment of officers and staff of the Supreme Court of India are made by the government only after consulting the Chief Justice of India. ഫോർ എക്സാമ്പിൾ എന്താണ്? ഹൈക്കോർട്ട് അസിസ്റ്റന്റിനെ തീരുമാനിക്കണമെങ്കിൽ PSC അപേക്ഷ വിളിക്കണം. PSC അപേക്ഷ വിളിച്ചിട്ടാണോ ഹൈക്കോർട്ട് അസിസ്റ്റന്റിനെ തീരുമാനിക്കുന്നത്? ഇല്ല. നിങ്ങൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളവർക്ക് ആണെങ്കിൽ അറിയാം, PSC ഒന്നും അല്ല വിളിക്കുന്നത്. ഹൈക്കോടതിയുടെ പേജിൽ, ഹൈക്കോടതി റിക്രൂട്ട്മെന്റോ അങ്ങനെ എന്തോ പറയുന്ന ഒരു പേജിൽ, വെബ്സൈറ്റിൽ അവർ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഇടും, എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് വിളിക്കുന്നത്. സോ ആർക്കെ നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയുടെ കേസിൽ ആർക്കെ നടത്താൻ പാടുള്ളൂ എന്ന് പറയുന്നത് നമ്മളുടെ ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ഓൺലി, ഗവൺമെന്റിന് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ? സുപ്രീം കോടതിയുടെ സ്റ്റാഫുകളെ അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട്, എല്ലാ സ്റ്റാഫുകളെയും അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട് അധികാരമുള്ളൂ. സോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഹൈക്കോടതിക്ക് എന്താണ്, ഹൈക്കോടതി അസിസ്റ്റന്റ് PSC വിടാതെ വിളിക്കാമെങ്കിൽ സുപ്രീം കോടതിക്ക് ഇത്രയും പവറുള്ള സുപ്രീം കോടതിക്ക് വിളിച്ചുകൂടെ എന്ന ബേസിക് ലോജിക് കൊണ്ട് ശരിയാക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ദിസ് മീൻസ് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്. സോ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 4ഉം 2ഉം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ B പോയി, C പോയി, D പോയി. ഓപ്ഷൻ A മാത്രമാണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത്രയും ഡിസ്കഷനിലൂടെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ നമ്മളുടെ സുപ്രീം കോടതിയെ ബേസിക് തുടങ്ങി അഡ്വാൻസിലേക്ക് കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്കൊരു ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ന്യൂസ് അനാലിസിസ് കാണുന്നതെങ്കിൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല, കാരണം ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ യു ഷുഡ് ഹാവ് എ ബേസ്. വാട്ട് ഈസ് സുപ്രീം കോർട്ട്, വാട്ട് ഈസ് ഹൈക്കോർട്ട്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒരു ബേസ് ഉണ്ടെങ്കിൽ ഇതൊരു റിവിഷൻ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. പലപ്പോഴായിട്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാറുള്ളത്. എന്ത്, നമ്മളുടെ ക്ലാസ് ഇങ്ങനെ ഇത്ര മെമ്പേഴ്സ് ആണ് ക്വാളിഫിക്കേഷൻ എടുത്തെടുത്ത് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യാത്ത പകരം ക്വസ്റ്റ്യൻസ് ശരിയാക്കുന്നതിലൂടെ നിങ്ങളെ ആൻസർ ചെയ്യിക്കാനായിട്ട് നിർബന്ധിതനാക്കുന്നത്. ഇനിയും ക്വസ്റ്റ്യൻ ഉണ്ടോ? സോ ലീവ് ദിസ് ക്വസ്റ്റ്യൻ. നമുക്ക് ടൈം കുറച്ച് കുറവാണ്. സോ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ലേറ്റസ്റ്റ് സ്റ്റേജിൽ നിങ്ങളൊന്ന് ആൻസർ ചെയ്താൽ മതിയാവും. ഓക്കെ. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ക്വസ്റ്റ്യൻസ് ത്രൂ എന്ത് ചെയ്തത്, ക്വസ്റ്റ്യൻസ് ത്രൂ പ്രാക്ടീസ് ചെയ്തത്. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കുന്നതിന് ഒരു പേര് പറയും, നമ്മളെ ആക്റ്റീവ് ലേണിംഗ്. അതായത് നിങ്ങളിപ്പോ പ്രിലിംസ് എന്താണ് ടെസ്റ്റ് സീരീസുകളൊക്കെ എടുക്കുന്ന ആളുകളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്കുകളൊക്കെ വളരെ കുറവായിരിക്കും. എത്രയാണ്? ഒരു 50-60 റേഞ്ചുകളിൽ നിന്ന് ഒരു 90ലേക്കൊക്കെ ജമ്പ് ചെയ്യാനായിട്ടുള്ളൊരു എന്താണ് ഒരു ടൈം കുറച്ച് കുറവായിരിക്കും. അല്ലെങ്കിൽ ഒരു മാർക്ക് ഒരു 50-60 റേഞ്ചിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മാർക്ക്. ഇപ്പൊ ഒരു മാസമൊക്കെ ആയാലും നമ്മുടെ പ്രിലിംസ് സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ഭാഗങ്ങളെ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ആക്കിയിട്ട് പഠിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നെക്സ്റ്റ് വീക്ക് പൊളിറ്റി ആണ് ഞായറാഴ്ച നിങ്ങളുടെ ടെസ്റ്റ് എങ്കിൽ നിങ്ങൾ പൊളിറ്റി എക്സാമിന്, അതായത് പ്രിലിംസ് ടെസ്റ്റ് സീരീസ്, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിലിംസ് ടെസ്റ്റ് സീരീസിന് പോകുന്നതിന് മുന്നേ ഒരു 100 മാർക്കിന്റെ ഒരു ടെസ്റ്റ് സീരീസ് വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ, അതായത് വേറെ ഏതെങ്കിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്വാളിറ്റി ടെസ്റ്റുകൾ കിട്ടുന്ന ഒരു ടെസ്റ്റ് സീരീസ് എടുത്തുകൊണ്ട് പോകുക. സോ സാറ്റർഡേ നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുക, ഒരു 100 ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കുക. അത് ആക്റ്റീവ് ലേൺ ചെയ്യുക, അതായത് ക്വസ്റ്റ്യൻസിൽ നിന്ന് തെറ്റുന്നതിൽ നിന്ന് പഠിക്കുക. ദെൻ സൺഡേ പോയിട്ട് നിങ്ങൾ വീണ്ടും ടെസ്റ്റ് എടുക്കുക. ഓക്കെ. സോ യു ഗെറ്റ് എ മച്ച് മോർ ഐഡിയ. അപ്പൊ നിങ്ങളുടെ ഒരു മാർക്ക് ചിലപ്പോൾ ഒന്ന് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും.
സോ ആ ഒരു ടെക്നിക്ക് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് വർക്ക് ആയിരുന്ന ഒരു ടെക്നിക്ക് ആയിരുന്നു അത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്. ചിലവർക്ക് വർക്കാവും, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അപ്പോൾ അതൊന്ന് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളോടൊന്ന് പറയുക. ഓക്കെ, അപ്പോൾ എന്താണ് നെക്സ്റ്റ് ഡിസ്കഷനിലേക്ക് പോകാം. നെക്സ്റ്റ് ഡിസ്കഷൻ സിമ്പിൾ ഡിസ്കഷൻ, ചെറിയൊരു ഡിസ്കഷൻ, UPSC പെർസ്പെക്റ്റീവില് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. അതായത് നമ്മളുടെ ആരാണ് പ്രസിഡന്റിന്റെയും ഗവർണറിനെയും കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് പ്രസിഡന്റും ഗവർണറും എങ്ങനെ അവരുടെ പെൻ യൂട്ടിലൈസ് ചെയ്യണം. പെൻ യൂട്ടിലൈസ് ചെയ്യണം എന്ന് വെച്ചാൽ അവരെങ്ങനെയാണ് ഒപ്പിടേണ്ടത്, അതായത് അവരുടെ ലെക്സി പെൻ എങ്ങനെ യൂസ് ചെയ്യണം എന്നാണോ? അല്ല, പകരം അവരുടെ ബില്ലുകൾ അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജീസ് എങ്ങനെ പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുമ്പോൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത്. രണ്ട് എക്സാമ്പിൾ എന്താണ്? KR നാരായണനും ദെൻ അതിന് മുന്നത്തെ ഉണ്ടായിരുന്ന ആരാണ്? ശങ്കർ ദയാൽ ശർമ്മയാണോ? അല്ല, KR നാരായണന്റെയും പിന്നെ അതിന് മുന്നേയിരുന്ന രാമശങ്കർ നാരായണൻ. ശങ്കർ ദയാൽ ശർമ്മയ്ക്ക് മുന്നിരുന്നത് നമ്മളുടെ R വെങ്കിട്ടരാമനെ കുറിച്ചിട്ടുമാണ് ഇദ്ദേഹം പറയുന്നത്. സോ അങ്ങനെ രണ്ടു പേരുടെ എക്സാമ്പിളുകൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഇദ്ദേഹം ഒരു പ്രസിഡന്റിന്റെ എക്സാമ്പിൾസ് വെക്കുകയാണ്. അതായത് ഇവര് രണ്ടുപേര് വരുന്നത്, അതായത് വെങ്കിട്ടരാമൻ ആയി കഴിഞ്ഞാലും കേരളത്തിൽ നിന്നുള്ള നാരായണൻ ആയി കഴിഞ്ഞാലും KR നാരായണൻ ആയി കഴിഞ്ഞാലും വലിയ പൊളിറ്റിക്കൽ ടസലുകൾ നടക്കുന്ന കാലഘട്ടങ്ങളിലാണ് ഇദ്ദേഹം വരുന്നത്. IK ഗുജ്റാളിന്റെ കാലം, ദെൻ നരസിംഹറാവുവിന്റെ കാലം, ദെൻ അതിനു മുമ്പ് VP സിംഗിന്റെ കാലം. സോ പൊളിറ്റിക്കൽ കൊയിലീഷനുകൾ ഇങ്ങനെ മാറി മാറി അറിഞ്ഞു വരുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് ആ വെങ്കിട്ടരാമൻ സാർ വരുന്നത്, ദെൻ KR നാരായണനും സാറ് വരുന്നിട്ടുണ്ടായിരുന്നത്. സോ പക്ഷേ ഇവരെന്ത് ചെയ്തു? ഇവരുടെ പൊളിറ്റിക്കൽ വില്ലുകൾ, അതായത് പൊളിറ്റിക്കൽ പ്രഷറുകൾ എന്താണ് പ്രസിഡന്റ് ഓഫ് പവർ എന്നുള്ള രീതിയിൽ ഇന്റിമിഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആക്കാനായിട്ട് ഇവർ തീരുമാനിച്ചില്ല. സോ ആ ഒരു എക്സാമ്പിൾ പറയുന്ന ഒരു ഡിസ്കഷൻ ആണ് നമ്മളുടെ ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയൽ സെഷൻ എന്ന് പറയുന്നത്. സോ അത്ര വലിയ കാര്യങ്ങളൊന്നും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് എന്താണ് ഭയങ്കര കണ്ടന്റ് ആയിട്ടുള്ള ആർട്ടുകളൊന്നുമല്ല. സോ എന്താണ് നിങ്ങൾ ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി അല്ലെങ്കിൽ ഫെഡറലിസത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ രണ്ട് എക്സാമ്പിളുകൾ നമുക്ക് എഴുതാം. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, എന്താണ്? KR നാരായണന്റെ കേസിലാണെന്ന്. KR നാരായണൻ ഒരു ദിവസം വന്നിട്ട് പറയാണ്, എന്താ, നിങ്ങൾ ഒരു സംസ്ഥാനത്തിലെ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കണം. ഇദ്ദേഹം ഒപ്പിട്ട് കൊടുത്തില്ല. പക്ഷെ നമുക്ക് പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. എന്താണ്? ഇന്ത്യയിൽ നമ്മളുടെ ആർട്ടിക്കിൾ 352 പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞപ്പോൾ, നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഒപ്പിട്ട് കൊടുത്ത, ക്യാബിനറ്റിന്റെ അപ്രൂവൽ ഇല്ലെങ്കിലും ഒപ്പിട്ട് കൊടുത്ത ഒരു പ്രസിഡന്റ് നമുക്കുണ്ട്. ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അന്ന് അദ്ദേഹം പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബാത്ത് ടബിൽ കിടക്കുന്നതിനിടയിൽ ഇന്ദിരാഗാന്ധി വന്നിട്ട് ഒരു പേപ്പർ നീട്ടിയിട്ട് ഒപ്പിടാനായിട്ട് പറയുന്നു. ഇദ്ദേഹം ഒട്ടും വ്യാകുലയില്ലാതെ അതിൽ ബാത്റൂമിൽ കിടന്നുകൊണ്ട് തന്നെ, ബാത്ത് ടബിൽ കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ചിത്രം ക്രിട്ടിസൈസ്, അതായത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്ത, ഇന്നും നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ആ ഒരു കാർട്ടൂൺ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തെ വിമർശിച്ചൊരു ചിത്രമായിരുന്നു. അതേപോലെ ആകരുത് എന്ന് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ ഇപ്പുറത്തുണ്ട്. വെങ്കിട്ടരാമൻ സാർ ആയി കഴിഞ്ഞാലും നമ്മളുടെ ആരാണ്? നമ്മളുടെ KR നാരായണൻ സാർ ആയി കഴിഞ്ഞാലും. സോ ആ എക്സാമ്പിളുകളെ നിങ്ങളൊന്ന് യൂട്ടിലൈസ് ചെയ്യും. തേർഡ് ആർട്ടിക്കിൾ സെയിം, അതായത് എന്താണ് ഒരു സ്റ്റഡിയുമായി ബന്ധപ്പെട്ടിട്ട്, എന്താണ് തേർഡ് ഓപ്പൺ എഡിറ്റോറിയലും സെയിം, എന്താണ് നമ്മളുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചർച്ച ചെയ്യാറായിട്ടുള്ള ഫുഡിന്റെ എന്താണ് സ്ട്രീറ്റ് ഫുഡുമായിട്ട് ഇവരെന്തോ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൈ ചട്നിയിലിട്ട് മുക്കുന്നത് കണ്ടു. ചില സ്ഥലങ്ങളിൽ പാനിപൂരി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ ഇവർ ചെക്ക് ചെയ്യാതിരുന്നത് ഭാഗ്യം. റെയിൽവേ സ്റ്റേഷനോടൊക്കെ അടുത്തിട്ട് ഇവര് ചെന്നൈയിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചട്നിയിൽ കൈയിട്ട് വിൽക്കുന്ന ചട്നിയാണ് ഇവര് കണ്ടെത്തിയത്. ഡൽഹിയിലും മുംബൈയിലും ഒക്കെ പോയിട്ട് ചെക്ക് ചെയ്യാതിരുന്നത് ഭാഗ്യം എന്നേ എനിക്ക് ഇവർ പറയാനായിട്ടുള്ളൂ. സോ അത്രയും അൺഹൈജീനിക്കിലാണ് പല സ്ഥലങ്ങളിലും ഫാസ്റ്റ് ഫുഡുകൾ സെർവ് ചെയ്യുന്നത്. കേരളത്തിലും പല സ്ഥലങ്ങളിലും ഒക്കെ ഇങ്ങനെയാണ്. നിങ്ങൾ ട്രെയിനിലെ ഭക്ഷണം എന്താണ് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ എന്താണ് കൊല്ലത്തോ ട്രിവാൻഡ്രത്തോ എന്തോ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്ലാസ്റ്റിക് ഉരുക്കിയിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നതെന്നൊക്കെയുള്ള വാർത്തകളൊക്കെ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഹൈജീൻ ഈ ഫുഡിന്റെ കാര്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? സോ സ്റ്റേറ്റ് ആണ് ഹെൽത്തിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെ? ഹെൽത്ത് സബ്ജക്ട് എന്താണ്? ഹെൽത്ത് സ്റ്റേറ്റിന്റെ മുഖ്യമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ദെൻ ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ നിലവിലുള്ള ഒരു ബോഡി ഏതാണ്?
ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് 2006 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ആക്ട് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിസായി ഫോം ചെയ്തിരിക്കുന്നത്. അതിന്റെ അണ്ടറിലാണ് നമ്മൾ റൂൾസും റെഗുലേഷൻസും മേക്ക് ചെയ്യുന്നത്. ദെൻ ഓരോ സ്റ്റേറ്റുകളിലും സംസ്ഥാനങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ഫുഡ് സേഫ്റ്റിയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അവരിടക്കിടക്ക് പോയി ചെക്ക് ചെയ്യും. സോ എങ്ങനെയാണ് ഇതിനെ റിഫോം ചെയ്യാമെന്നുള്ളത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ എന്താണ് തടയാമെന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. സോ അത്ര വലിയ കണ്ടന്റ് റിച്ച് ഒന്നും അല്ല, അത്ര എക്സാമ്പിളുകൾ കോട്ട് ചെയ്യാനായിട്ടൊന്നുമില്ല. സോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അതിലേക്ക് പോകാൻ നിൽക്കണ്ട. എന്താണ് ഈ കാര്യം എന്ന് ഒന്ന് ഓർത്തിരിക്കുക. വിസായിനെ കുറിച്ചിട്ടൊന്ന് ഓർത്തിരിക്കുക. സോ വിസായിനെ കുറിച്ചിട്ട് വേണമെങ്കിൽ പ്രിലിംസിന് ഒരു ചോദ്യം ചോദിക്കാം, എന്നാണ് ഫോം ചെയ്തതെന്നോ അല്ലെങ്കിൽ അതിന്റെ ആക്ട് എന്തായിരുന്നോ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചോദ്യം ചോദിക്കാം. അപ്പൊ നമ്മൾ ഫിസായിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാണെന്ന് അറിയാവോ? ഹൈ ഫാറ്റ്, ഹൈ ഷുഗർ, ഹൈ സോൾട്ട് കണ്ടന്റിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂണിലോ ജൂലൈയിലോ ആണ്. ദെൻ നമ്മളുടെ യു കെയുമായിട്ടുള്ള കോംപ്രഹെൻസീവ് എക്കോണമിക് ട്രേഡ് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്ത സമയത്തും ഒരു ഓപ്പൺ എഡിറ്റോറിയൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് നമ്മൾ ഫിസായിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഒന്ന് ഓർക്കുക, ഫിസായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടിന്റെ അണ്ടറിൽ വരുന്ന സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആണ്. 2006 ഇത് ഫോം ചെയ്തത്. ഇവരാണ് പാക്ഡ് ഫുഡ് ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ അൺപാക്ഡ് ആയിട്ടുള്ള ഫുഡിന് വേണ്ടിയിട്ടും ഫാസ്റ്റ് ഫുഡ് ആയി കഴിഞ്ഞാലും എങ്ങനത്തെ ഫുഡിന്റെ കാര്യത്തിലുള്ള എല്ലാ റെഗുലേറ്ററി ബോഡിയാണ് ഈ ഫിസായി എന്ന് പറയുന്നത്. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ദെൻ അടുത്ത ന്യൂസ് എന്താണ്, നമ്മളുടെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് സെക്ഷനിൽ വരുന്ന ഒരു ന്യൂസ് ആണ്. സ്റ്റേറ്റ് PSCയുമായി ബന്ധപ്പെട്ട് ഹൗ ക്യാൻ സ്റ്റേറ്റ് PSC ബി റിഫോംഡ്? സ്റ്റേറ്റ് PSCയെ എങ്ങനെ റിഫോം ചെയ്യാനായിട്ട് പറ്റും? നിങ്ങൾ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു വാർത്ത കേട്ടിട്ടുണ്ടാവും. ഫെബ്രുവരി മാർച്ച് കാലഘട്ടങ്ങളിലാണ് PSC ചെയർമാൻ, കേരളത്തിന്റെ PSC ചെയർമാന് ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനേക്കാൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ സാലറി വാങ്ങുന്ന ഒരാളാണ്. വിച്ച് മീൻസ് അറൌണ്ട് 3 ലക്ഷമോ 4 ലക്ഷമോ രൂപയാണ് നമ്മളുടെ PSC ചെയർമാൻ വാങ്ങുന്നത്. ഓക്കെ, സോ ഹൗ സ്റ്റേറ്റ് PSC ക്യാൻ ബി റിഫോംഡ്? ഇദ്ദേഹം വാങ്ങിക്കുന്ന പൈസയ്ക്ക് തെറ്റുണ്ടെന്നല്ല കേട്ടോ, ഞാനൊരു പൊളിറ്റിക്കൽ ഡിസ്കഷനിലേക്ക് പോകുമല്ല. ഇദ്ദേഹം നന്നായിട്ട് പണിയെടുക്കുന്ന ആളായിരിക്കും, അതൊന്നുമല്ല. പക്ഷേ ഇത്രയും പൈസ കൊടുത്ത ഒരാളെ അപ്പോയിന്റ്മെന്റ് ചെയ്യണോ? ഒരു സിവിൽ സർവന്റിനെ അപ്പോയിന്റ്മെന്റ് ചെയ്താൽ പോലെ. അപ്പൊ അങ്ങനെയുള്ള ചില ക്രിറ്റിസിസംസ് ഒക്കെ ഇതിനെതിരായിട്ട് വന്നിട്ടുണ്ട്. സോ എങ്ങനെയാണ് നമ്മളുടെ ഡിസ്കഷനിലേക്ക് മാത്രം നമുക്ക് ലിറ്റ് ചെയ്യാം. ഹൗ സ്റ്റേറ്റ് PSC ക്യാൻ ബി റിഫോംഡ്? എങ്ങനെയാണ് സ്റ്റേറ്റ് PSCs ഫോം ചെയ്യുന്നത്? അതിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ്? ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്, 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് നമുക്ക് ഇന്ത്യക്ക് ഒരു PSC എന്ന് പറയുന്ന രീതിയിലേക്ക്, അതല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു കമ്മീഷൻ രൂപപ്പെടുന്നത്. സോ UPSCയുടെ ഒരു പ്രിഡസസർ ആണ് 1926 പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓരോ പ്രൊവിൻസിനും, പണ്ട് പ്രൊവിൻസുകളായിരുന്നല്ലോ, പ്രൊവിൻസിനും ഇൻഡിവിജ്വൽ ആയിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ വേണമെന്ന് പ്രഖ്യാപിച്ചത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഓക്കെ, അത് പ്രകാരം എന്ത് ചെയ്തു? പ്രൊവിൻസുകൾക്ക് ആവശ്യമെങ്കിൽ PSCs തുടങ്ങാനായിട്ടുള്ള അധികാരം കൊടുത്തു. അങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റേറ്റ് PSCക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാക്കി. സോ ബേസിക് ഫാക്ടുകൾ എന്തൊക്കെയാണ്? ബേസിക് ഫാക്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹു ഈസ് ദ മെമ്പർ ഓഫ് ദ സ്റ്റേറ്റ് PSC? ആരാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? മെമ്പർ അവിടെ നിൽക്കട്ടെ. ആരാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? ഗവർണറാണ് സ്റ്റേറ്റ് PSCയിലെ മെമ്പേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അവരുടെ ടെനുവർ എന്തായിരിക്കും? ടെനുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 years ഓർ 62 years, 62 വയസ്സ് വരെയാണ് അവരുടെ ടെനുവർ ആയിട്ട് വരുന്നത്. ദെൻ ഹു ക്യാൻ റിമൂവ് ദ പ്രസിഡന്റ്? ഹു ക്യാൻ റിമൂവ് ദ സ്റ്റേറ്റ് PSC മെമ്പേഴ്സ്? ആർക്കാണ് മെമ്പർ? നമ്മളുടെ ചെയർമാനെ, അതായത് നിങ്ങളൊരു സ്റ്റേറ്റ് PSCയുടെ ചെയർമാനായി, കേരള സ്റ്റേറ്റ് PSCയുടെ ചെയർമാൻ ആയി കഴിഞ്ഞാൽ ഗവർണർ അപ്പോയിന്റ്മെന്റ് ചെയ്തു. ആർക്ക് റിമൂവ് ചെയ്യാം? ഗവർണർ റിമൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പകരം പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? ദ ഒഫീഷ്യൽ ഹു ഈസ് അപ്പോയിന്റഡ് അതോറിറ്റി ഓർ ഹയർ. ഒന്നില്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് അതോറിറ്റിക്ക് റിമൂവ് ചെയ്യാം. അപ്പോയിന്റ്മെന്റ് അതോറിറ്റിക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഹയർ അതോറിറ്റി ആയിരിക്കും റിമൂവ് ചെയ്യുന്നത്. സോ സ്റ്റേറ്റ് PSCയുടെ കാര്യത്തിൽ സ്റ്റേറ്റ് PSC ചെയർമാനെ റിമൂവ് ചെയ്യുന്നത് ആരാണ്? റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ഗവർണർ ആണെങ്കിലും റിമൂവ് ചെയ്യുന്നത് നമ്മളുടെ ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. അതാണ് ബേസിക് ആയിട്ടുള്ള ഫാക്ടുകൾ. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട 5-6 ചോദ്യങ്ങൾ അങ്ങോട്ട് ചെയ്തേക്കുക. ഞാൻ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല.
ചോദ്യങ്ങൾ ഒരു 4-5 കണ്ടുപിടിച്ച് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് അതിലൊരു ക്ലാരിറ്റി കിട്ടും. ദെൻ എന്താണ് ഹൗ സ്റ്റേറ്റ് പി എസ് സി ക്യാൻ ബി റിഫോംഡ്. സ്റ്റേറ്റ് പി എസ് സി UPSCയും സ്റ്റേറ്റ് പി എസ് സിയും കമ്പയർ ചെയ്യുമ്പോൾ UPSC കുറച്ചും കൂടി പൊളിറ്റിക്കലി ന്യൂട്രൽ, കുറച്ചും കൂടി പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ സ്റ്റേറ്റ് പി എസ് സി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് പി എസ് സി എന്ന് പറയുന്നത് കുറച്ചും കൂടി എന്താണ്, കുറച്ചും കൂടി പൊളിറ്റിക്കൽ. അതായത് അവിടുത്തെ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റിലും പൊളിറ്റിക്കൽ പൊസിഷനുകളാണ്. ഭരിക്കുന്ന പാർട്ടിയുടെ ആരാണോ അവരായിരിക്കും മോസ്റ്റ് പ്രോബബിളി മിക്ക സംസ്ഥാനങ്ങളിലും, എല്ലാ സംസ്ഥാനങ്ങളിലെയും കണക്ക് എനിക്കറിയില്ല, പക്ഷെ മോസ്റ്റ് പ്രോബബിളി പ്രസിഡന്റും ചെയർമാനൊക്കെ ആയിട്ട് വരാനായിട്ട് സാധ്യതയുള്ളത്. സോ അതിൽ നിന്നെല്ലാം മാറിയിട്ട് കുറച്ചും കൂടി പ്രൊഫഷണൽ ബോഡി ആക്കണം. ദെൻ എന്താണ് കുറച്ചും കൂടി എന്താണ് ഫണ്ടുകൾ അല്ലെങ്കിൽ കുറച്ചും കൂടി അപ്പോയിന്റ്മെന്റുകൾ കൂട്ടുക, ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുക. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ റിഫോർമേഷൻസ് നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ട്രാൻസ്പെറൻസി ഇൻക്രീസ് ചെയ്യുക, ദെൻ എണ്ണം കൂട്ടുക അല്ലെങ്കിൽ തൊഴിൽ കണ്ടുപിടിക്കുന്ന എണ്ണം കൂട്ടുക, ദെൻ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, ഇന്റേൺഷിപ്പുകളൊക്കെ കൂട്ടുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ റെക്കമെൻഡേഷൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടിയിട്ട് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ്, നിങ്ങൾ സ്റ്റേറ്റ് പി എസ് സിയും ഇതിന് മുന്നേ ഉള്ള 2 ന്യൂസും റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പോലും വിട്ട് കളയേണ്ടാത്ത ഒരു ന്യൂസ് ആണ് G20 സബ്മിറ്റ്. G20 സബ്മിറ്റ് ആദ്യമായിട്ട് ഒരു ആഫ്രിക്കൻ കൺട്രിയിൽ വെച്ചിട്ട് നടക്കുകയാണ്. എന്താണ് നമ്മളുടെ ജോണാസ്ബർഗില്, സൗത്ത് ആഫ്രിക്കയിലെ ജോണാസ്ബർഗിൽ വെച്ചിട്ട് നടക്കുകയാണ് നമ്മളുടെ G20 സബ്മിറ്റ്. എന്തുകൊണ്ടാണ് ഇത് ആദ്യമായിട്ട് ഇതിന് മുന്നേ ഒന്നും ആഫ്രിക്കൻ കൺട്രിയിൽ വെച്ച് നടക്കാത്തത്? കാരണം ആഫ്രിക്കൻ യൂണിയൻ എന്താണ് G20 ജോയിൻ ചെയ്തത് കഴിഞ്ഞതിന് മുന്നത്തെ വർഷമാണ്. ഇന്ത്യയിൽ നമ്മളുടെ G20 സബ്മിറ്റ് നടന്ന വർഷത്തിലാണ് ആഫ്രിക്കൻ യൂണിയൻ G20 സബ്മിറ്റിലേക്ക് ജോയിൻ ചെയ്തത്. ഓക്കെ, അതിനുശേഷം ഇന്ത്യയിൽ നടന്നതിന് ശേഷം ബ്രസീലിൽ നടന്നു. അതിനുശേഷം ഇപ്പോ എവിടെ നടക്കുന്നു? ഇപ്പോ നമ്മളുടെ G20 ഉച്ചകോടി സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ട് നടക്കുന്നു. സോ G20 ഉച്ചകോടിയിലുള്ള അംഗങ്ങളെ നമുക്കൊന്ന് എടുത്തു കാണാം. G7 എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിംഗ് ഉണ്ട്. G7 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? G7 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള കൺട്രീസ് ആയിരിക്കും. വിച്ച് മീൻസ് ഹിസ്റ്റോറിക്കലി പവർഫുൾ ആയിട്ടുള്ള, ലോകമഹായുദ്ധങ്ങളിലൊക്കെ ഏറ്റവും നന്നായിട്ട് പങ്കെടുത്തിട്ടുള്ള കൺട്രീസ് ആയിരിക്കും, ഇല്ലേ? അങ്ങനെ പവർഫുൾ ആയിട്ടുള്ള ഒരു 3-4 കൺട്രീസിന്റെ പേര് പറഞ്ഞു. G7 അല്ലേ? 7ൽ ഒരു 4 കൺട്രീസിന് നമുക്ക് വെറുതെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ദ ഫസ്റ്റ് കൺട്രി USA ആയിരിക്കും, അല്ലെ? ദ മോസ്റ്റ് പവർ കൺട്രി. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK അല്ലെങ്കിൽ ഇംഗ്ലണ്ട്, യുണൈറ്റഡ് കിങ്ഡം. ദെൻ ഫ്രാൻസ്, അന്നത്തെ ഒരു സൂപ്പർ പവർ ആയിരുന്നില്ലേ? ഒരു ഹിസ്റ്റോറിക്കലി സൂപ്പർ പവർ ആയിരുന്നില്ലേ? ആയിരുന്നു. അപ്പോ ഹിസ്റ്റോറിക്കലി സൂപ്പർ പവർ ആയിട്ടുള്ള USA ഉണ്ട്, UK ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്. ദെൻ 1-ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള കുറച്ച് കൺട്രീസ് ഉണ്ട്. ജർമ്മനിയുടെ ഉത്ഭവം. ഓക്കെ, ജർമ്മനി. ദെൻ ജർമ്മനി ഉണ്ടെങ്കിൽ അന്നത്തെ 1-ാം ലോക മഹായുദ്ധത്തിലെ കുറുനരി എന്നറിയപ്പെട്ടിരുന്ന മറ്റൊരു കൺട്രി കൂടി ഉണ്ട്. ഏതാണ്? ഇറ്റലി. ഓക്കെ, സോ ജർമ്മനി ഉണ്ട്, ഇറ്റലി ഉണ്ട്. 5 കൺട്രീസ് ആയി. ദെൻ ഒരു കൺട്രി കൂടി ഉണ്ട്. ഏഷ്യൻ കൺട്രീസിൽ അന്ന് ഹിസ്റ്റോറിക്കലി സൂപ്പർ പവർ ആയിരുന്ന ഒരു കൺട്രി ഉണ്ടായിരുന്നു, ജപ്പാൻ. 6 കൺട്രി ആയി. ദെൻ ഇത് കൂടാണ്ട് മറ്റൊരു കൺട്രിയും കൂടി ഉണ്ട്. ആരാണ്? കാനഡ. സോ കാനഡ ഇതിലേക്ക് വന്നത് നമ്മളുടെ എന്താണ്, നമ്മളുടെ USA ഒക്കെ ഒരു പിന്നണി സ്റ്റേറ്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് കാനഡ ഇതിലേക്ക് വരുന്നത്. എന്നാൽ വൺ ഓഫ് ദി ഡെവലപ്പിംഗ് കൺട്രിയും കൂടിയാണ് കാനഡ. സോ കഴിഞ്ഞ വർഷം G7 സബ്മിറ്റ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? കാനഡയിൽ വെച്ചിട്ടാണ്. മോദിജി പോയിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? കാനഡ. സോ G7 സബ്മിറ്റിലെ 7 കൺട്രീസിനെ നമ്മൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്തു. ദെൻ G8 എന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിക്കലി വേറൊരു കൺട്രിയും കൂടി അവിടെ ഉണ്ട്, മദർ റഷ്യ. റഷ്യയെ നമ്മൾ G7 ഉൾപ്പെടുത്തിയില്ല. സോ റഷ്യ കൂടി അടങ്ങുന്ന ഒരു പാർട്ട്ണർഷിപ്പാണ് G8 ഉച്ചകോടി എന്ന് പറയുന്നത്. എന്താണ്? G8 ഉച്ചകോടി. ദെൻ ഈ G8 ഉച്ചകോടിയെ വിപുലീകരിച്ച് G20 വരുമ്പോൾ എല്ലാ മേജർ രാജ്യങ്ങളും ഇതിലേക്ക് പങ്കെടുക്കാനായിട്ട് വരികയാണ്. സോ G20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 രാജ്യങ്ങളെ ഉള്ളോ? അല്ല. യൂറോപ്യൻ യൂണിയനിലെ ഉള്ള രാജ്യങ്ങളുണ്ട്, ദെൻ ആഫ്രിക്കൻ യൂണിയനിലെ രാജ്യങ്ങളുണ്ട്, അർജന്റീനയുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ബ്രസീൽ ഉണ്ട്, ചൈന, ഇന്ത്യ, ഇന്തോനേഷ്യ. ദെൻ എന്താണ് നമ്മളുടെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് സൗദി അറേബ്യ ഉണ്ട്, ടർക്കി ഉണ്ട്, മെക്സിക്കോ ഉണ്ട്, നമ്മളുടെ എവിടെ നിന്ന്? ഓസ്ട്രേലിയയുടെ താഴെയിൽ നിന്ന്. ദെൻ അങ്ങനെയുള്ള കൺട്രീസിനെ ആഡ് ചെയ്തുകൊണ്ടാണ് G20 എന്ന് പറയുന്ന ഗ്രൂപ്പിംഗ് ഫോം ചെയ്തിരിക്കുന്നത്. സോ G7 ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, റഷ്യ ആഡ് ചെയ്യുക, ദെൻ മോസ്റ്റ്ലി ആയിട്ടുള്ള വേൾഡ് പവേഴ്സിനെ, യൂറോപ്യൻ യൂണിയൻ,
നമ്മളുടെ ആഫ്രിക്കൻ യൂണിയൻ, ഇന്ത്യ, ചൈന. ഇപ്പൊ തന്നെ GDP എത്ര ശതമാനമായിട്ടുണ്ടാവും? ദെൻ ബ്രസീൽ, ഓസ്ട്രേലിയ. സോ മേജർ ആയിട്ടുള്ള പ്ലേയേഴ്സ് എല്ലാം വന്നു കഴിഞ്ഞു. ഇതിലില്ലാത്തത് പാകിസ്ഥാൻ ഉണ്ടോ? പാകിസ്ഥാൻ ഇല്ല. ദെൻ എന്താണ്? ദെൻ ഇന്ത്യയില് ഉച്ചകോടി നടന്നപ്പോ നമ്മള് ഇതിന് ഒരു മോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ്? വസുദൈവ കുടുംബകം, ലോകമേ തറവാട്. അതായിരുന്നു നമ്മളുടെ മോട്ടോ ഉണ്ടായിരുന്നു, വസുദൈവ കുടുംബകം. ആഫ്രിക്കയില് ഈ ഉച്ചകോടി നടന്നപ്പോ കുറച്ച് കാര്യങ്ങൾ അവർ ഇംപ്ലിമെന്റ് ചെയ്തു, അല്ലെങ്കിൽ ആഫ്രിക്കൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ജോണാസ്ബർഗ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ രീതിയിൽ അവര് ഇംപ്ലിമെന്റ് ചെയ്തു. അവിടെ പ്രൊമിനന്റ് ആയിട്ട് വന്നൊരു ഫിലോസഫിയാണ് ദ ആഫ്രിക്കൻ ഫിലോസഫി ഓഫ് ഉബണ്ടു. എന്താണ് ഈ ഉബണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പണ്ട് സ്റ്റേറ്റ് സ്കൂളുകളൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവിടുത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു ഉബണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 11 മണിക്ക് കമ്പ്യൂട്ടറിൽ പോയിട്ട് മറ്റേ ഉബണ്ടു ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വേർഡ് ഒക്കെ ടൈപ്പ് ചെയ്യാനായിട്ടൊക്കെ തരുമായിരുന്നു, ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അതാണോ ആഫ്രിക്കൻ ഉബണ്ടു? അല്ല. ആഫ്രിക്കൻ ഉബണ്ടു ഈസ് എ ഫിലോസഫി ഓർ എ കൺസെപ്റ്റ് ദാറ്റ് നിങ്ങളില്ലെങ്കിൽ ഞാനില്ല. ഐ ആം ഹിയർ ബിക്കോസ് വി ആർ. നിങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്, ഞാൻ ഇവിടെ നിലനിൽക്കുന്നത്. അതായത് എന്താണ്? ഗുരുവിന്റെയൊക്കെ, അതായത് ശ്രീനാരായണ ഗുരുവിന്റെയൊക്കെ സോദരത്വേന വാഴും ഈ ലോകം എന്ന് പറയുന്ന സോദരത്വേന കൺസെപ്റ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ എന്തുമായി ബന്ധപ്പെട്ട്? ഇന്ത്യയുടെ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ഒത്തുചേർന്ന് പോകുന്ന ഒരു കൺസെപ്റ്റാണ് ആഫ്രിക്കയുടെ ഫിലോസഫി ഓഫ് ഉബണ്ടു. സോ എന്ത് ബേസിസിലാണ്, എന്താണ് ഈ G20 സബ്മിറ്റ് ജോണാസ്ബർഗിൽ നടന്നപ്പോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആഫ്രിക്കൻ തീമായിട്ട് വെച്ചിരുന്നത്? ദീസ് ഫിലോസഫി ഓഫ് ഉബണ്ടു ആണ്. ആൻസർ റൈറ്റിംഗിൽ തട്ടണേ, ഉബണ്ടു എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. ആഫ്രിക്ക ഇന്ത്യ റിലേഷൻ, ദ ഫിലോസഫി ഓഫ് ഉബണ്ടു ആൻഡ് വസുദൈവ കുടുംബകം എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ ഇട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 മാർക്കൊക്കെ വീഴും. സോ ഐ ആം ബിക്കോസ് വി ആർ. ഞാൻ ആകുന്നത്, ഞാനാകുന്നത് എപ്പോഴാണ്? നിങ്ങളുള്ളത് കൊണ്ടാണ്. ആ ഒരു ഫിലോസഫി. സോ ഒരു മൾട്ടി ലാറ്ററലിസം വേൾഡിലേക്ക് വേണ്ട ഒരു ഫിലോസഫിയാണ് ദ ഫിലോസഫി ഓഫ് ഉബണ്ടു എന്ന് പറയുന്നത്. അതിന്റെ ബേസിസിലാണ് ജോണാസ്ബർഗ് ഡിക്ലറേഷൻ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോ അമേരിക്ക എന്ത് പറഞ്ഞു? മക്കളെ, മൾട്ടി ലാറ്ററലിസം വേൾഡ് എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ ഡിക്ലറേഷനിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. മനസ്സിലായോ? സോ എന്താണ് സൗത്ത് ആഫ്രിക്കൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ജോണാസ്ബർഗ് ഡിക്ലറേഷനിൽ നിന്ന് വിട്ടുനിന്ന കൺട്രിയാണ് നമ്മളുടെ നമ്മളുടെ USA എന്ന് പറയുന്നത്. ഓക്കെ, USA വിട്ടുനിന്നു, ബാക്കി എല്ലാ കൺട്രീസും അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാ കൺട്രീസും അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ പ്രധാനപ്പെട്ട എല്ലാ കൺട്രീസും അംഗീകരിച്ചിട്ടുണ്ട്. US ആണ് പ്രധാനമായിട്ടും ഇതിൽ നിന്ന് വിട്ടുനിന്നൊരു കൺട്രി. സോ എന്ത് ബേസിസിലാണ് ഈ മൾട്ടി ലാറ്ററലിസം? സോ മേജർ കോൺട്രിബ്യൂഷൻസ് എന്തായിരുന്നു? മൾട്ടി ലാറ്ററലിസം. ദെൻ എന്തായിരുന്നു? നമ്മളുടെ എന്താണ്, ടെററിസത്തെ എലിമിനേറ്റ് ചെയ്യുക, ദെൻ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുക, വുമൻസിന്റെ എഡ്യൂക്കേഷൻ കൂട്ടുക, ഇങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട ഡിസ്കഷൻസ് ആയിട്ട് ഈ G20 ഉച്ചകോടിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതിനെ ഏത് ഫിലോസഫിയാണ് അവർ അഡ്മയർ ചെയ്തത്? ആഫ്രിക്കൻ ഫിലോസഫി ഓഫ് ഉബണ്ടു. സോ അത് ന്യൂസിൽ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. സോ മെയിൻസ് ആൻസർ റൈറ്റിംഗുകളിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലോസഫിയാണ് ഇന്ത്യ ആഫ്രിക്കൻ റിലേഷൻ അല്ലെങ്കിൽ G20 സബ്മിറ്റ്. എങ്ങനെയാണ് ഫിലോസഫി ഓഫ് ഉബണ്ടു? ഞാനുള്ളത്, മൾട്ടിലാറ്ററലിസം, ഞാനുള്ളത് നിങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഐഡിയ ആണ് ദ ഫിലോസഫി ഓഫ് ഉബണ്ടു എന്ന് പറയുന്നത്. സോ അത് എവിടെ റിഫ്ലക്ട് ചെയ്തു? നമ്മളുടെ G20 റിഫ്ലക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതൊരു വലിയ കാര്യം തന്നെയാണ്. ദെൻ തേജസ് വിമാനം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നെക്സ്റ്റ് ന്യൂസ്, തേജസ് വിമാനം വീണിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ദുബായിലെ എയർ ഷോയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തേജസ് വിമാനം ആക്സിഡന്റ് സംഭവിക്കുകയും പെട്ടെന്ന് താഴേക്ക് വീഴുകയും ഒരു വിംഗ് കമാൻഡർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേജസ് വിമാനത്തെ കുറിച്ചിട്ട് നമ്മളൊന്ന് നോക്കിയിരിക്കുക. തേജസ് വിമാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു സൂപ്പർ സോണിക് വിമാനമാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ആണ് ഈ വിമാനം നിർമ്മിക്കുന്നത്. ദെൻ ഏത് ജനറേഷൻ ഫ്ലൈറ്റ് ആണ്, അല്ലെങ്കിൽ ഏത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണിത്? 4th ജനറേഷൻ, അല്ലെങ്കിൽ നമുക്ക് 4.5th ജനറേഷൻ. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, തേജസ് എയർക്രാഫ്റ്റ് ഈസ് എ 6th ജനറേഷൻ എയർക്രാഫ്റ്റ്. അല്ല, നമുക്ക് 6th ജനറേഷൻ എയർക്രാഫ്റ്റുകളൊന്നും ഇല്ല, അല്ലെങ്കിൽ 5th ജനറേഷൻ എയർക്രാഫ്റ്റുകളൊന്നും ഇല്ല. ഒരു 4.5 ജനറേഷൻ ഒക്കെ നമുക്ക് വന്നിട്ടുള്ളൂ. ഒരു 6th ജനറേഷൻ എയർക്രാഫ്റ്റ് ഒന്നും അല്ല നമ്മളുടെ തേജസ് എന്ന് പറയുന്നത്. ദെൻ മെയ്ഡ് ബൈ DRDO റിസർച്ച് ചെയ്യും. ദെൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇന്ത്യയുടെ ഒരു എന്താണ്, ട്രസ്റ്റഡ് എയർക്രാഫ്റ്റ് ആയിരുന്നു. 10,000-ഓളം ഫ്ലൈറ്റുകൾ അല്ലെങ്കിൽ എയർ ആക്ടിവിറ്റീസ് സംഘടിപ്പിച്ചിട്ടുണ്ട്.
വലിയ എറേഴ്സുകളൊന്നും സംഭവിക്കാത്ത ഇന്ത്യയുടെ ഒരു ട്രസ്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു. ഇത് എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ പൊട്ടിയത് അല്ലെങ്കിൽ ഇങ്ങനെ തകർന്നടിഞ്ഞത് എന്ന് നമുക്കറിയില്ല. അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. എന്താണ് അത് മരിച്ച ആ ഒരു സൈനികന്റെ ഒരു വീരമൃത്യുവിന് മുന്നിലും നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടിയിട്ട്. സോ എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നമുക്കറിയില്ല. അതിന്റെ ഒരു വിവരങ്ങളൊക്കെ വരുമ്പോൾ അതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.